ഉണ്ടായ മോനാണ്. ഇത് വല്ലാതെ ക്ഷണിച്ചു കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വല്യമ്മ മനസ്സിലായോ? ഈയും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. മുസ്തഫ മോനെ ഇതെന്താണിത്? ഉമ്മ എന്താണെന്നോ? എടാ എന്റെ പുല്ലാരെ വാപ്പിയാണത്. അതല്ലാണ്, ഇതെന്താണ്? ഏത് ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് ഇതിന് മറന്നുപോയോ മോനെ? ഇതാണ് ആന, നമ്മളാന. ഇവിടെ കൂപ്പ് പണിയുണ്ടോ? കൂപ്പല്ല. അല്ല, ഈ അറിഞ്ഞില്ല എന്നെ കളിയൊക്കെ? അനക്ക് കത്തിലയച്ചില്ലേനോ? അയച്ചാണ്. ചെറിയൊരു കത്തിലോട്ട് വലിയൊരു ആനിനെ പിടിച്ച അങ്ങോട്ട് അയച്ചാണ് മോനെ. വേണ്ട, ഉണ്ടോ? ഞാൻ പറഞ്ഞോളാം. ഈ അയക്കണ പൈസനെ കൊണ്ടേ ഈ വക തോന്നേസ് അവിടെ ചെയ്തു നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കാ നടക്കുക. എന്താ വാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണ്ടേ? അതിന്റെ പൈസ വന്നാത് തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാട് മുഴുവൻ ചുറ്റിടക്കാന്റെ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് വയസ്സ് കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. മുസ്തഫ എന്തടോ ഒന്നും പറയണ്ട, ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണെങ്കിൽ പടിയാൻ കയറില്ല. ഒരു മുസ്തുല്ല, ഇതൊരു വാപ്പാണിത്. നമ്മളും വരുന്നുണ്ട്. ഈ അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം. ഇല്ലേ പെട്ടൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരുത്. എന്താക്കാ നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ, വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്റേലും ഇല്ല. അതല്ലേ മാധവൻകുട്ടി, നീ എന്നൊന്ന് പറയും. നമ്മള് ബാപ്പന്റെ കളി ശരിയാ? എന്താ ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരറിഞ്ഞ സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് പറയും. പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല. കൊടുത്തില്ലേ കുറ്റും. അറിവ് നമുക്കിത് ഫ്രീ തരാന്ന് അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ 2 കുപ്പി സ്കോച്ച് ഉണ്ട്. അത് നമുക്ക് എന്റെ പുര കൊണ്ടായിരിക്കാം. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ചൊന്നും അടിക്കാൻ പറ്റില്ല. കുടിക്കുമല്ലോ, അതാണ്. നമുക്ക് ചായക്കട പോയാലോ? നമ്മള് കൊച്ചുകാരന്റെ അല്ല, ഒരു പഴയ വലിവുണ്ട്. ഇപ്പൊ പഴയ വലിവൊക്കെ മാറി, ഇപ്പൊ നല്ല പുതിയ വലിവാ. നീട്ടി വലിക്കണേ. വലിവ ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കുക. ഞാൻ ഫ്രൂട്ടി. എനിക്കും ഗൾഫിൽ പോകാൻ ഒരവസരം കിട്ടിയതാ. അവിടെ എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല. ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? അവിടെ ചൂട്, അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സെറ്റിൽ എന്താ തണുപ്പ്? അല്ല, ഒരു സ്മോളും കൂടി മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതണം. ഇവൻ ആരാന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കി കൂടെ പോടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇപ്പോഴും വലിവിനൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ, ഇത് ഫ്രൂട്ടി അല്ലല്ലേ? സ്മോൾ വെച്ചാട്ടെ. സ്മോൾ 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 സ്മോൾ. ഓക്കെ. അല്ല, നീ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറബിക്കാർ വെള്ളം ഒഴിച്ചിട്ടാ. പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ. വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി. ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ല എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല. നീറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല, ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷേക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷവലെടുത്തൊരു മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക്. അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിക്സറിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം ഒരു ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിന്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിന്റെ ഒരു കല്യാണക്കുറി. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ച ആളാണെന്നും അറബി തെറ്റിദ്ധരിച്ച്. അങ്ങനെയല്ല എനിക്ക് പ്രൊമോഷൻ കിട്ടേ. ഒയ്ക്ക് മോനെ. സ്മോൾ 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 സ്മോൾ. കുറെ നേരം ഞാൻ ക്ഷമിക്കണ്. മനുഷ്യൻ ക്ഷമിക്കാതില്ലേ? ഇനി മാജിക്ക് പഠിച്ചില്ലേ വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി.
ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പറയല്ല. അല്ല ഒരു കാര്യം ചോദിച്ചോണ്ട് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കും. ആ കല്യാണക്കുറി ഇപ്പോഴും കയ്യിലുണ്ടാ? ഇവനെന്ത് വിവരക്കരാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കയറിയില്ലാണേ, അല്ലെങ്കിൽ പണി പോവില്ലേ? ഇതിലാരാ രവീന്ദ്ര മാഷിന്റെ മകൻ? ഞാനാ. എന്താ തെളിവ് വല്ലത് ഹാജരാക്കണോ? അങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം. ശിവ, ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം. ആരെ സ്റ്റാൻഡിൽ വെക്കാൻ? ഇങ്ങോട്ട് വന്നത് നന്നായി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാൽ മതി. വരൂ. തോറ്റു തൊപ്പിട്ട് ഇറങ്ങിയിരിക്കുക. ലുക്ക്, നിങ്ങൾ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ? റൈറ്റ്സോ? എന്ത് റൈറ്റ്സ്? റൈറ്റ്സ്, പകർപ്പവകാശം. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ട് ചെയ്താൽ മതി. കുറെ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത്. ഇനി അത് നടക്കില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സംഗീത ചക്രവർത്തി, അതുല്യനായ കലാകാരൻ. കുറെ കേട്ടതാ. സംഗീത ചക്രവർത്തിയുടെ കുടുംബത്തെ അടുപ്പെരിയണ്ടോന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കാർക്കും. മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരു പിടി മധുര ഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിലിടാൻ പഞ്ചസാര ഉണ്ടോന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? ഹൈ, അരി കിട്ടുമോ സുഹൃത്തെ? അച്ഛൻ മരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയിരുന്നു എനിക്ക്. അതോടെ പരീക്ഷ മുടങ്ങി. ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോ കുറച്ച് ആൾക്കാർ മാത്രം അവിടെ നിന്നു. അച്ഛന്റെ കടക്കാര് അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം അച്ഛനും അച്ഛന്റെ പാട്ടുകളും കീറിമുറിച്ച് എപ്പിഡോസുകളാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഇത് വെച്ച് നോക്കുമ്പോ അമ്മ ഭേദ. എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് ഒതുക്കാൻ നോക്ക്. നക്കാപ്പിച്ചയ്ക്കും കള്ളിനും അച്ഛൻ പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്. അത് പണ്ട്. ഇനിയിപ്പോ എപ്പിസോഡ് കണക്കാ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ പ്രോഗ്രാം എത്ര എപ്പിസോഡാ? 2. ഓക്കെ, അമ്പലം വെച്ച് നമ്മൾ ഒരു എപ്പിസോഡ് ചാർജ് ചെയ്തു. അപ്പൊ 1 ലക്ഷം. 1 ലക്ഷോ? ഏത് വകയില്? റൈറ്റ്സിന്റെ വകയില്. മനസ്സിലായില്ല? പ്രൊഡ്യൂസറാ? പ്രൊഡ്യൂസറാണല്ലേ. ചാരപ്പഴല്ലേ വന്നുള്ളൂ. ഇത് ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന 1 ലക്ഷം. അതിപ്പോ ക്യാഷ് ആയിട്ടോ DD ആയിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്തോളൂ. അല്ല, ചെക്കായിട്ട് വേണ്ട. അതിന് അത് മടങ്ങി കേസായി പിന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നമല്ലേ തന്നെ നേരില്ല. അനീഷ, ക്യാമറ അകത്തേക്ക് കൊണ്ടോ. നമ്മുടെ ദാസേട്ടന്റെയും എസ് ജാനയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ സാറങ്ങനെ ചൂടായിട്ട് പോകേണ്ട കാര്യമില്ല. എന്ത് കാര്യത്തിന് ഒരു കോംപ്രമൈസ് ഉള്ള കേട്ടാ. ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല, റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടാ. ഒരു എപ്പിസോഡിന് 20,000 രൂപ തന്നാലും മതി. താങ്കളുടെ പേരെന്താ? സച്ചിദാനന്ദൻ. പരിചയപ്പെട്ടതിൽ സന്തോഷം. അല്ല, സന്തോഷം എനിക്കും വേണ്ടേ. ഞാൻ റേറ്റ് എത്രയും കുറയ്ക്കാട്ടോ. നമ്മൾ സംസാരിച്ച എത്രയും കുറയട്ടോ. മോനെ ഒന്ന് ശരിയാക്കി തടാ. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയത് കയ്യിന്ന് പോയിന്ന്. വാ പോ. അല്ല, അങ്ങനെ പോയാലെങ്ങനെ? നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കല്ലേ. നീ ഒന്ന് പോയി സംസാരിക്കോ? അങ്ങോട്ട് ഞാൻ അടിച്ചു പരത്തി 10,000 എപ്പിസോഡാക്ക അയാൾ എന്നെ. 2 മെഗാ സീരിയൽ ഡയറക്ട് ചെയ്യുന്ന ആളാ. നിന്റെ നാവിന്റെ അത്ര നീളമുള്ള മെഗാ സീരിയൽ ഒന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനെ ലാലപ്പാ. ചെല്ലേ, ചെന്ന് വിജയ് ശ്രീലാടത്തിനടുത്ത് തിരിച്ചു വാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എത്ര വരെ താഴാ? 10,000. ആ പരിപ്പ് അവിടെ വേവില്ല. 5,000. അതും വേവില്ല. 3,000. വേവില്ല. 2,000. അതിൽ തണ നമ്മുടെ പരിപ്പും വേവൂല. നീ ഒന്ന് ചെന്നേ. 500. പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5,000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ? ആത്മാർത്ഥത വേണോടാ, ആത്മാർത്ഥത. നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നന്നിട്ട് ബാർഗൈൻ ചെയ്തേനെ. കഴുത പുറത്തുനിന്നതിന് ഞാനെന്ത് ചെയ്യാനാ? നോക്കി പേടിപ്പിക്കല്ലേ. ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. പുതിയ കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണം കേട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ. അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് ബോറടിച്ചു. ബോറടിക്കാൻ നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കണ, ആശുപത്രിയിൽ നിന്ന് ഭാസ്കരേട്ടനെ ഇറക്കണം. ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയണ പോലെ